കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ പറഞ്ഞാൽ ഇതൊരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. കാരണം ഒരു കൃഷിക്കാരനെ 24 മണിക്കൂറും അവന് വിശ്രമമില്ലാതെ അവൻ അതിൻ്റെ പുറകെ മാത്രം തൂങ്ങുക. ഇങ്ങനെയുള്ളത് കാണാനോ കേൾക്കാനോ പോകാനോ ഒന്നും അവന് ഒരിക്കലും സമയം കിട്ടുന്നില്ല. ഹലോ, അപ്പോൾ ഈ ആഴ്ച നമ്മൾ ഒരു വെറൈറ്റി ട്രിപ്പാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ വീഡിയോയിലുണ്ടായിരുന്നു ചുള്ളിയകം. അപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളവിടെ സ്റ്റേ ചെയ്യുമെന്ന്. അപ്പം ഈ ആഴ്ചത്തെ പരിപാടി എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റേ എങ്ങനെയുണ്ട്, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്, അവിടെ ഫുള്ള് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി അവിടെയാണ് സ്റ്റേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാനുള്ളൊരു ധൈര്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് കട്ടയ്ക്ക് നിൽക്കുന്ന, അതുപോലെ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അവിടെ സ്പെഷ്യലായിട്ട് 2-3 പേരുണ്ട്. അപ്പോൾ അവരെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഡോക്ടർ സന്തോഷ്, അതുപോലെ തന്നെ ടീച്ചറ് നമ്മുടെ നോറക്കുട്ടി. ഇത്രയും പേരാണ് നമ്മുടെ ഇന്നത്തെ യാത്രയിൽ. ഒരാളും കൂടെ നമ്മളോട് ചേരുന്നുണ്ട്, നമ്മുടെ പപ്പ. പുള്ളിയാണ് നമ്മുടെ അവിടുത്തെ ലോക്കൽ ഗൈഡ്. ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക പവറാണ്, ഒരു ധൈര്യമാണ് നമുക്ക്. ഒന്നാമത്തെ കാര്യം ഫോറസ്റ്റ് ഏരിയ ആണ് ഒരു സൈഡ്. രണ്ടാമത്തെ കാര്യം നമുക്ക് അങ്ങനെ ഒരു സംവിധാനങ്ങളും ഇല്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ടെൻഷനുണ്ട്. ഞങ്ങൾ ഇതുവരെ, സത്യം പറഞ്ഞാൽ ഇതുവരെ ഫാമിലി ആയിട്ട് അങ്ങനെ ഒരു സ്റ്റേ ചെയ്തിട്ടില്ല. നമ്മൾ സ്കൗട്ടിങ്ങിന്റെ ക്യാമ്പും പരിപാടികളും ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ഒറ്റയ്ക്കാണ്, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി. ഇത് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെതായുള്ള ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അപ്പം ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. നമ്മൾ വന്ന വണ്ടി ഇവിടെ താഴെ കക്കാടം പോലെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഒരു 4x4 ജീപ്പ് വിളിച്ചു. നമ്മളന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നടന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയതുകൊണ്ട് ഒന്നും നോക്കിയില്ല, നമ്മൾ വണ്ടി വിളിച്ചു. ഇനി നമ്മൾ പോവാണ് കേട്ടോ. ഡോക്ടർ എൻ്റെ കൂടെ ഉണ്ട്, പുറകിലെ പപ്പയും പിള്ളേരും എല്ലാവരും ഉണ്ട്. ഇവിടെ ഓൾ സെറ്റ്സ്. കുത്തനെയുള്ള ഈ ഒരു ഇറക്കം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. ആ കൂട്ടത്തിൽ ഞാൻ വേറൊരു സംഭവം കൂടെ കണ്ടു, കാണിച്ചു തരാം. ഇത് കല്ലാൽ എന്നാണ് അതിന് പറയുക. കല്ലിൻ്റെ പുറത്ത് ഉണ്ടാകുന്ന ഒരു ആൽമരമാണ് ഇതിൻ്റെ വണ്ടിയുടെ പുറകെ കാണുന്നത് കേട്ടോ. വലിയ വേരൊക്കെ ആയിട്ട് കാണാൻ മാത്രമുണ്ട്, നല്ല വലുപ്പമുള്ളൊരു മരം. വേറെ ലെവല് വഴിയാട്ടോ. വണ്ടിയുടെ മുകളിൽ കയറി നിന്നിട്ടുള്ളൊരു ഷോട്ട് നോക്കിയതാ. സംഭവം നൈസായിട്ടൊന്ന് പാളി, എടുത്തടിച്ചു. വേഗം ചാടി ഇറങ്ങി വണ്ടിയിൽ നിന്ന്. അതുകൊണ്ട് തടി വെച്ചില്ലേ. അങ്ങനത്തെ റിസ്ക് അതൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. അന്യായ വഴിയാ. അയ്യോ, മാരകം. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങനത്തെ വഴിയാട്ടോ.
ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവന്നില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ നടന്നാ വരുന്നത്. നടന്നു വന്ന അതാ ജീപ്പ് 100 ആയിസ. ആരുടെ വാക്കിലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. സൈസ് ഉണ്ടാവുന്നത് 540 ജീപ്പാണ്. ഇതാണ്ട് നമ്മുടെ കൂടാരം. ആരുമില്ലാതെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഇതാണ് നമ്മുടെ സ്ഥലം എത്തിയിരിക്കുന്നു. വാവ്, പൊടിമയം. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മുടെ കൂടാരത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയാട്ടോ ഇത്. ഒരു 10-50 മീറ്റർ ഇങ്ങ് നടന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മളിത് കാണിച്ചാട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ച് നമ്മുടെ കൂടാരത്തിലേക്ക് വരാൻ. വീണ്ടും ചുള്ളിയകം കുന്നിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടെ ലൈറ്റായി. എവിടെയൊക്കെയോ ലൈറ്റ് തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരിക്കും. ഈ വീഡിയോസ് എല്ലാം നമ്മൾ മൊബൈലിൽ എടുത്ത കേട്ടോ. അതിൻ്റെതായ പോരായ്മകളുണ്ടാവും. നമ്മൾ ഒത്തിരി നേരം ടൈം ലാപ്സിൽ ഇട്ടിട്ട് എടുത്ത വീഡിയോസാണിത്. ഏകദേശം ഒരു 6:30 ആയപ്പോൾ എത്തി. ഇപ്പോൾ സമയം 7 മണിയായി. നല്ല ചാട്ടമായിരുന്നു ജീപ്പിനകത്ത്. അതുകൊണ്ട് മേലിനൊക്കെ നല്ല വേദനയുണ്ട്. ഒരു രക്ഷയില്ല. അങ്ങനെ കോച്ചി പിടിക്കുന്നുണ്ട്. നടന്നു പോരുന്നതന്നെ കേട്ടോ സുഖം. നടക്കുന്നതാണ് എപ്പോഴും ഹെൽത്തി. വണ്ടിയിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിൽ പോകുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇവരിവിടെ അടുത്ത രാത്രിത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇതാണ് നമ്മുടെ കൂടാരം. ഇതിൻ്റെ പുറകോട്ട് നോക്കിയാൽ പക്കാ വ്യൂ ആണ്. നല്ല രസമുള്ള, കണ്ടില്ലേ, നല്ല വ്യൂ ആണ് താഴോട്ട്. അപ്പോൾ നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് കിടക്കട്ടെ കേട്ടോ. അതിൻ്റെ സാധനം സർബത്തല്ലേ? ഇവിടെ ഫുൾ സെറ്റപ്പാണ്. ലൈറ്റിന് ലൈറ്റ്, വെള്ളത്തിന് വെള്ളം, ഫുഡിന് ഫുഡ്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അതെ, ബ്രെഡ് വേണ്ടവർക്ക് ബ്രെഡ്, പൊറോട്ട വേണ്ടവർക്ക് പൊറോട്ട. നമ്മള് മനസ്സിലുള്ളൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും കൂടെ ഇരുന്ന് ഗ്രിൽഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മളത് ചെയ്തിട്ടൊന്ന് കിടന്നുറങ്ങും. അത് എപ്പോഴാണോ ചെയ്ത് തരുന്നത് അന്നേരം കിടന്നുറങ്ങുള്ളൂ. സർബത്ത് കുടിച്ചാ സൂപ്പറാ. നീയാണോ ഉണ്ടാക്കിയേ? നറുനീരുടെ ഫ്ലേവർ അസാധ്യമാണ്. ഏത് ക്ഷീണവും മാറാൻ നറുനീണ്ടി, എനർജറ്റിക് ആവും. നറുനീണ്ടി സരസപ്പല്ല നെഹ്റു തൊപ്പി. പപ്പായ ഹീറോ ആണ്. ഫോണും വെക്കാം നെഹ്റു തൊപ്പിയില്. ന്യൂജനായി ന്യൂജനാണോ? എന്ത് നടക്കും? കുറച്ച് പൈസ ഒക്കെ എടുത്ത് നോക്കാം. അവിടെ ചിക്കൻ ചൂടാനുള്ള പരിപാടിയാണ്. വളരെ ആക്റ്റീവായിട്ട് ഇവിടെ വേറൊരാളിതാ. അപ്പം ഇപ്പൊ സമയം ഏകദേശം 7:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഇന്ന് നൈറ്റ് ഫുള്ള് ഇവിടെ സ്റ്റേ ആണ്. ഇവിടെ ഭയങ്കര വെറൈറ്റി ഫീലാണ് കേട്ടോ. ഇത് താഴേക്ക് നിങ്ങൾക്കൊന്നും കാണിച്ചു തരാൻ പറ്റുന്നില്ല എന്നുള്ള എൻ്റെ ഒരു വിഷമം. അതെ, ഞങ്ങള് ഫാൻ വെച്ച ഒറ്റയടിയും കടിക്കും. ഗ്രില്ലിനുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളിത് കാണണം. മഴ പെയ്തു. അതെ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഈ മഴയൊരു വില്ലനാണ്.
നമ്മൾ തളരില്ല. തളരില്ല, അത് വേറെ കാര്യം. തീ കുരുത്തതാ, ഈ മഴയൊന്നും പാടൂല. കണ്ടോ, മഴ പെയ്യുന്നു. ഞങ്ങൾ ആകെ ശോകം അടിച്ചിരിക്കുകയാണ്. മഴ പോണം, മഴ പോയാലേ നമുക്ക് ഗ്രില്ലുണ്ടാക്കാൻ പറ്റുള്ളൂ. ഗ്രില്ലുണ്ടാക്കിയാലേ ഇത് തിന്നാൻ പറ്റുള്ളൂ, അല്ലെ പട്ടടിയാവും. അത് ആലോചിക്കാൻ പോലും വയ്യ. അപ്പൊ അതുകൊണ്ട് മഴയൊന്ന് മാറാൻ വേണ്ടി ഞങ്ങളൊന്ന് സൈഡ് ആവുകയാണ്. സമയം ഒത്തിരി ഉണ്ട്. ഞങ്ങൾ ഉറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. മാക്സിമം എൻജോയ് ചെയ്തിട്ട് നല്ല തണുത്ത കാറ്റാ അല്ലേ? നല്ല തണുത്ത കാറ്റ്, സൂപ്പർ കാലാവസ്ഥ. ചെറുതായിട്ടൊന്ന് മഴ പെയ്തു, പക്ഷെ മുകളിൽ നക്ഷത്രം താഴെ നക്ഷത്രമുണ്ട്. നമ്മള് സാധനം വെക്കാൻ പോകട്ടോ. 6 പീസ് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഞങ്ങളിതാ ഉദ്ഘാടനം. ഇന്ന് രാത്രി എന്താവുന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ രാത്രി എന്ത് വെച്ചാലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പൊ നല്ല മുഖമൊക്കെ കഴുകിയിട്ടുണ്ടല്ലോ, ഈ കാറ്റത്ത് ഇങ്ങനെ വന്നു കൊണ്ടുണ്ടാവും. എന്നാ ഫീലാന്നറിയോ? അരിച്ചരിച്ച് കയറുകയാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് റൗണ്ടിലെ സാധനങ്ങളെല്ലാം റെഡിയായി. 6 പീസാണ് നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ വെച്ചത്. അതുപോലെ തന്നെ അവിടെ നമ്മൾ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ വീതം വെപ്പും കഴിയൊക്കെ തുടങ്ങി കേട്ടോ. വീതം വെക്കലും കഴിയൊക്കെ തുടങ്ങി. അടിപൊളി. അപ്പൊ നമ്മളിനി അടുത്ത് പൊറോട്ട, പൊറോട്ട എടുത്ത് പാത്രത്തിലിട്ട് പിടി തുടങ്ങി. അപ്പൊ തന്നെ നമ്മളിതാ ഇവിടെ അടുത്ത സെറ്റ് നമ്മളിവിടെ വെച്ചു. അടുത്ത സെറ്റ് വെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഉള്ളതുകൊണ്ട് ഓണം പോലെ. എരിവാണം, തണുപ്പുള്ളല്ലേ. ഇതാണ് നമ്മുടെ കുടില് കേട്ടോ. കുടിലിന് മുന്നിലാണ് നമ്മുടെ പരിപാടി കേട്ടോ. അല്പം നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട് ചിക്കൻ. എടുക്കുന്നു. അല്പം സോസ് ഉണ്ട്, സോസ് ഒന്ന് മുക്കി. സൂപ്പർ. അതിന്റെ സ്പെഷ്യൽ ക്രെഡിറ്റ് മുഴുവൻ ടീച്ചറാണ് കേട്ടോ. ഇന്നലെ സാധനം മേടിച്ച് എല്ലാം സെറ്റപ്പ് ചെയ്ത് നേരെ ഫ്രീസർ കയറ്റിയതാണ്. ഇന്നാണ് പുറത്തെടുക്കുന്നത്. ഗ്രാൻഡായി. അപ്പൊ നമ്മുടെ കുക്കിംഗ് ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. പപ്പയോടെ നല്ല അടിപൊളിയായിട്ട് പിച്ചി പറിച്ചിട്ട് കഴിക്കുന്നു. ഇവിടെ ഒരാള് നിലത്ത് വീണുപോയ കഷ്ണത്തെ കഴുകിയെടുക്കുന്നു. ഇനി അതൊന്നുകൂടെ മസാല കൂട്ടിലിട്ടൊന്ന് ഇളക്കി കുത്തി ഇളക്കിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. താഴെ ഇങ്ങനെ വിഷുപ്പടക്കം, വിഷു ആഘോഷം നടക്കുന്നു. നമ്മൾ ഒരു ചെലവുമില്ലാതെ ഒരു പ്രദേശത്തെ മൊത്തം ആഘോഷം കാണുകയാണ്. തൊട്ടിപ്പുറത്ത് ചിക്കൻ ചൂടുന്നുണ്ട്. ആദ്യത്തെ റൗണ്ട് വെടിവെപ്പ് കഴിഞ്ഞാണ്, അതുകൊണ്ട് ആർക്കും വലിയൊരു ആക്രാന്തമില്ല. സെക്കൻഡ് റൗണ്ടിലേക്കുള്ള ഇതാണ് നമ്മൾ അന്ന് താമസിക്കാൻ പോണ സ്ഥലം കേട്ടോ. ഇത് വല്ലാതൊരു അനുഭവം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല, എങ്കിലും ഞാൻ പറയാം. കോടയങ്ങ് വന്ന് കയറുവാണ് മേത്തോട്ട്. വല്ലാതൊരു ഫീലാണ്. രാത്രി ആയതുകൊണ്ട് തീരെ കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സംഭവം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ 6 പേരും വന്ന പോലെ തന്നെ ഈ സമയം 10:30 ഈ സമയം വരെ ഞങ്ങളിവിടെ ശരിക്കും എൻജോയ് ചെയ്തു. ചെറിയ പൊടി ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്തു. ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. കുറേ നേരം പാറപ്പുറത്ത് പോയി കിടന്നു. കോടമഞ്ഞ് കയറി വന്ന് മൂടി പോകുന്നുണ്ട്. നിങ്ങളെ കാണിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ ഈ ക്യാമറയിൽ അത് എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കുറേ ശ്രമിച്ചു നോക്കി, നടക്കത്തില്ല. അതുപോലെ തന്നെ ഈ മലമുകളിൽ നിന്നിട്ട് താഴത്തെ കാഴ്ചകൾ ഒരുപാട് കണ്ടു. അവർ പടക്കം പൊട്ടിക്കുന്നതും വിഷു ആഘോഷവും ഒക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അതൊക്കെ വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ചോദിച്ചറിയാം. ഇനി ഈ കുടിലാണ് ഞങ്ങൾ കിടക്കാൻ പോകുന്നത്. ഇതിനകത്താണ് ഞങ്ങളൊന്ന് കിടക്കാൻ പോകുന്നത്. ഭയങ്കര തണുപ്പാണ്, നല്ലൊരു ഫീലുണ്ട്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഊട്ടി പോലെ ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മുടെ താഴത്ത് നിങ്ങോട്ട് കയറി വരുന്ന അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര സുഖമാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിന്റെ ഇന്നത്തെ ഒരു ദിവസത്തെ ഫീഡ്ബാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കേൾക്കാട്ടോ. തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. നമ്മളൊക്കെ എന്താ പറയാ, ജനിച്ച നാട് അല്ലെങ്കിൽ നമ്മുടെ ജന്മനാടെന്ന് പറയാവുന്ന കാടിന്റെ നന്മയിലേക്ക് ഞങ്ങളൊന്ന് യാത്ര ചെയ്തു. ചിന്തവും കുടുംബവും അതിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു. ഇപ്പോഴും ഇങ്ങനെയുള്ള ഓർമ്മകളാണല്ലോ നമുക്ക് ജീവിതത്തിൽ നിന്നും ഭാവിയിൽ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മയിൽ നിൽക്കാനുള്ള നല്ല ദിവസം. ഒത്തിരി നന്ദി. എങ്ങനെ ഉണ്ടായിരുന്നു?
എന്താ പേടിയായിരുന്നു പറഞ്ഞ ചേട്ടനായിരുന്നു? ടീച്ചറെ എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചറെ? സൂപ്പറായിരുന്നു. അതായത് ഒരു ഓപ്പൺ എയർ ഒരു നൈറ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. നല്ല ക്ലൈമറ്റ്, ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങൾ പിന്നെ ഒരു തവണ വന്നതാണ്. എന്നാലും പപ്പ രാത്രി എങ്ങനെയുണ്ട്? എന്താ പറയാൻ ചോദിച്ചാൽ, ഒരു കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ പറഞ്ഞാലേ ഇതൊരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. കാരണം ഒരു കൃഷിക്കാരനെ 24 മണിക്കൂറും അവന് വിശ്രമമില്ലാതെ അവൻ അതിന്റെ പുറകെ മാത്രം തൂങ്ങുക. ഇങ്ങനെയുള്ളത് കാണാനോ കേൾക്കാനോ പോകാനോ ഒന്നും അവന് ഒരിക്കലും സമയം കിട്ടുന്നില്ല. ഇത് നിങ്ങളെ ആഗ്രഹം ഒന്ന് സബലീകരിച്ചോട്ടെ എന്ന് ഓർത്താ കൂടിയതാണ്. പക്ഷെ എന്താണേലും അതൊരു വമ്പം വിജയമാണ്. ഇത് കാണുന്നവരോടൊക്കെ പറയാനുള്ളത്, വെറും അധ്വാനവും സമ്പാദ്യവും മാത്രം പോരാ, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒന്ന് പോകാനും കാണാനും കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതാണ്. മമ്മീനെ കൂടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാഹചര്യം അത്ര അനുകൂലമല്ലാത്തത് കൊണ്ടും മമ്മിക്ക് സുഖമില്ലാത്തത് കൊണ്ടും ഇന്ന് വേണ്ടാന്ന് വെച്ചതാണ്. നമ്മൾ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ഒരു വര കൂടെ വരുന്നുണ്ട്. നമുക്ക് മമ്മീനെ കൂട്ടി ഫാമിലി ആയിട്ട് ഒരു വര കൂടെ വരാം. എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താഴോട്ടുള്ള വ്യൂ ആണ് ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത് ഭയങ്കര ഫോഗ് കയറി വരുന്നത് ഭയങ്കര ഒരു വ്യൂ ആയിരുന്നു. അപ്പൊ ഞങ്ങളെ കിടക്കാൻ വേണ്ടിട്ട് പോകാനുള്ള പരിപാടിയാണ്. കിടക്കാനല്ല, ജസ്റ്റ് ഇവിടെ ഒന്ന് ഈ പാറപ്പുറത്തൊക്കെ ഇരുന്ന് കാറ്റ് കൊണ്ട് ഉറക്കം വരുമ്പോൾ കയറി കിടക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. യെസ്, ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒറ്റമുറി. കണ്ടോ, ഇവിടെ നമുക്കൊരു ഷീറ്റ് ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ബെഡ്ഷീറ്റ് എല്ലാം പിരിച്ചു. നോറയുടെ വലിയ ബാഗൊക്കെ തൂക്കിയിട്ടുണ്ട് തൊട്ടിൽ പോലെ. ഓക്കെ, ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ മുളവീട്. ഇതിന്റെ മുളക് വശം കണ്ടില്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം. അപ്പൊ ഞങ്ങളത് ഇതിനുള്ളിലാണ് ഇന്നത്തെ രാത്രി ഉറക്കം, അല്ലേ നോറക്കുട്ടി? അതെ. അപ്പൊ ഞങ്ങൾ ഇവിടെയാണ് കിടക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഞങ്ങൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ബൈ ബൈ. ഉറക്കത്തിന്റെ തൊട്ട് മുന്നേ കിട്ടിയതാട്ടോ. എന്ത് രസം നോക്കിയാൽ കാണാൻ. ലൈറ്റിന് ചുറ്റും പ്രാണികൾ ഓടുന്നു. അപ്പോൾ ഈ കാഴ്ചയെല്ലാം കണ്ട് ഞങ്ങൾ നേരെ അങ്ങ് കിടന്നു. ഇനി രാവിലെ കാണാം. പാവന സന്നിധി അണയുന്നു കർത്താവേ, നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. മനുജകുലത്തിൻ ബാലകനീ വിനയമടങ്ങിയ വാഴ്ത്തുന്നു. കൃപയും ശാന്തി അനുഗ്രഹവും പാപപ്പുറവിയുമരുളണമേ. കരളിൽ നിരാശ നിറയ്ക്കരുതേ, കൃപയുടെ വാതിലടയ്ക്കരുതേ. കാക്കും കൈകൾ വലിക്കരുതേ, കരുണ വെടിഞ്ഞു വിധിക്കരുതേ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേരെ. യെസ്, കണ്ടോ ഇവിടത്തെ ഒരു കാഴ്ച കണ്ടോ? താഴോട്ട് നോക്കിയേ, നേരെ വെളുത്തു വരുന്നേ ഉള്ളൂ. സൂര്യൻ ഉദിച്ചിട്ടില്ല. ഞങ്ങള് ഒരു 5:30 ആയപ്പം കണ്ണു തുറന്നു. എഴുന്നേറ്റില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു വെളിച്ചം വരാൻ വേണ്ടിയിട്ട്. വെളിച്ചം വന്നു. അപ്പം മെല്ലെ ഒന്ന് പുറത്തിറങ്ങി രാവിലത്തെ ദൃശ്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, കണ്ടോ താഴെ ഇങ്ങനെ പട്ടക്കങ്ങളുടെ ബഹളമാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. ഈ ഒരു വർഷം എല്ലാവർക്കും അനുഗ്രഹപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ മലയാളികൾക്കും വിഷുവിന്റെ ആശംസകൾ നന്ദിയോടെ നേരുന്നു. ഹാപ്പി വിഷു. കൊടുക്കില്ല ഞാൻ മാവിലെ കൊണ്ട് വന്നു. നമ്മളിതിൻ്റെ അറ്റം ഇങ്ങനെ കടിച്ചിട്ട് ചതയ്ക്കും. എന്നിട്ട് ഇതും കൊണ്ടിങ്ങ് വന്ന് ജയിക്കും.
നല്ല ടോപ്പായിട്ട് വെളുത്ത് വരും. ഇടയ്ക്ക് ഇങ്ങനെ കുട്ടികളായിട്ട് ഉണ്ടാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനല്ല ബ്രഷും പേസ്റ്റൊക്കെ എടുത്തിട്ട് വന്ന് ഞങ്ങൾ വലിയ ചേട്ടോ വേറെ കാര്യം. അവിടെ ഇത് എടുക്കാൻ മറന്നു വളരെ നല്ലൊരു പ്രഭാതമായിരുന്നു. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മുടെ വീട് താണ്ട് ഇവിടെയുണ്ട്. എന്തായാലും ജോസുവേട്ടനൊക്കെ നമുക്ക് വേണ്ടി ഒത്തിരി സഹിച്ചിട്ടോ. പുള്ളിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച വീടാണ്. പുറമേ നിന്ന് ആൾക്കാർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണമൊന്നുമല്ല. അല്ലെങ്കിൽ ആൾക്കാർക്ക് പുറമേ നിന്നുള്ളവർക്ക് സ്റ്റേ ഒന്നും ഇവിടെ ഇല്ല. നമ്മുടെ ഫാമിലി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പുള്ളി ചെയ്തു വെച്ചേക്കുന്നതാണ്. നമ്മൾ അത് പപ്പയുടെ ഒരു കെയർ ഓഫിൽ നമുക്കൊരു ദിവസം ഇവിടെ താമസിക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതിനകത്ത് ചെറിയൊരു തിരുത്തുണ്ടായിരുന്നു. ഈ ഉരുൾപൊട്ടൽ പ്രശ്നത്തിന് ആ ഒരു കാരണം കൊണ്ടല്ലായിരുന്നു ഇവിടെ ഇത് വെച്ചത്. എന്നോട് അവിടുത്തെ നമ്മുടെ രാജൻ ചേട്ടൻ, നമ്മുടെ പാട്ടുപാടിയില്ലേ, രാജൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പം അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്കത് അങ്ങനെയാണ് മനസ്സിലായത്. സംഭവം അങ്ങനെയല്ല. പുള്ളിക്ക് വേണ്ടി തന്നെ പുള്ളിയുടെ ഫാമിലി വരുമ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി ചെയ്ത ഒരു പ്രൈവറ്റ് വീടാണത്. സംഭവം എന്തായാലും അടിപൊളിയാണ്. ഇതാണ് ഇവിടെ നോക്കുമ്പോഴുള്ള കാഴ്ച. ഇതിന് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് അപ്പുറത്തൊരു സ്ഥലമുണ്ട്. അവിടുന്ന് ഇതിലും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇവിടെ സൂര്യൻ ഉദിച്ചു തുടങ്ങി. കിഴക്ക് വെള്ള കീറി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ചെറിയ ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ രാവിലെ തിരിച്ച് ഇറങ്ങുകയാണ്. ഇന്നലെ വന്നു. ആ വഴി കൂടെ തന്നെ തിരിച്ചു പോകണ്ടേ? ഒരു രക്ഷയില്ലാത്ത വഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഭാഗത്തും ഇല്ല കേട്ടോ. ചില ഭാഗങ്ങളിൽ ഭയങ്കര റിസ്ക് ആണ്. നല്ല രസമുണ്ട് കയറി പോരാൻ. നടുവിനൊക്കെ നല്ല വേദന എടുത്തു. ജീപ്പ് ചേട്ടൻ വരുന്നില്ലല്ലോ, പുള്ളി ഉറങ്ങിപ്പോയി. പോൾ എന്നാണ് പുള്ളിയുടെ പേര് കേട്ടോ. കുഴപ്പമില്ല, നല്ല ഡ്രൈവറാണ്, അടിപൊളിയാണ്. നല്ല ചാടിത്തുള്ളി കയറി ഇങ്ങ് പോന്നു. നേരത്തെ എത്താന്ന് പറഞ്ഞു, 6:45 എത്താന്ന് പറഞ്ഞു. ആളിപ്പോൾ എത്തുമായിരിക്കും. ഞങ്ങൾ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പാക്ക് ചെയ്ത് എല്ലാ സാധനങ്ങളും റീസെറ്റ് ചെയ്ത് ഞങ്ങൾ വെച്ചു കയറാൻ പാകത്തിന്. അപ്പോൾ ഈ മനോഹരമായ ഈ ഒരു പ്രകൃതി ഭംഗിയുടെ നടുക്ക് അല്ലേ, ഭയങ്കര മൈൻഡ് ഭയങ്കര ഒരു ഫ്രഷായ. ഇന്നത്തെ വിഷു നല്ലൊരു രാത്രി നിറച്ച് പടക്കം പൊട്ടിയിട്ടായിരുന്നു. ഒരു വെളുപ്പിന് 3 മണിയൊക്കെ സമയത്തേക്കും അറിഞ്ഞം പൊട്ടുമായിരുന്നു അല്ലേ. നല്ല പൊട്ട്. കാരണം താഴേന്ന് പെട്ടെന്ന് പടക്കം പൊട്ടിയാലും ഒക്കെ ഇവിടെ കേൾക്കാവുന്നതുകൊണ്ട് കണ്ടിന്യൂസ് പെരുന്നാളിന് പടക്കം പൊട്ടുന്ന പോലെ പടക്കം പൊട്ടുമായിരുന്നു. അങ്ങനെ ക്യാമ്പിങ്, അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ക്യാമ്പിങ് നടന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സന്തോഷ് ഡോക്ടറും ഫാമിലിയാണ്. പിന്നെ പപ്പയുണ്ടായിരുന്നു. അതെ, പപ്പയുണ്ടായിരുന്നു. എന്തായാലും ഇനിയും വരും ഇവിടെ. കാരണം ഇതിനകത്ത് വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം നമ്മുടെ ജോസേട്ടന്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. റിസോർട്ട് സെറ്റപ്പ് ഒന്നും അല്ല, നമുക്ക് പേഴ്സണലി കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് നമുക്ക് വരാൻ പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. റിസോർട്ടും പരിപാടിയൊന്നും അല്ല. ഇത് പുള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി പുള്ളി നിർമ്മിച്ചിട്ടേക്കുന്ന പുള്ളിയുടെ വീടാണ്. ഞങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ച് ദിവസം ഔട്ട് ഹൗസ് നമ്മളെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നമുക്ക് ഒരു ദിവസം വിട്ടു തന്നേ ഉള്ളൂ. നമ്മളത് മാക്സിമം എൻജോയ് ചെയ്തു. നമ്മൾ അടിപൊളിയായിരുന്നു. വിഷുക്കണി അടിപൊളിയായി. അതെ, ഹാപ്പി വിഷു എല്ലാവർക്കും. തന്നെ മതി. ഞങ്ങളുടെ വിഷുക്കണി ഇതായിരുന്നു. മഞ്ഞൂടി മേഘം മൂടി കിടക്കുന്നത് അത് നമ്മുടെ ഫോണിൽ കിട്ടാനും കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മുടെ മൊബൈൽ ഫോണിൽ എടുക്കാനേ. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ഞങ്ങളുടെ വണ്ടി വന്നു. അതെ, അപ്പൊ ഞങ്ങൾ
താഴെ വരെ ജ്യൂസ് അടിച്ചെത്തും എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോവാണ്. വണ്ടിയിലോട്ട് സാധനങ്ങളെല്ലാം കയറ്റി വെച്ചു കേട്ടോ. അപ്പൊ ഞങ്ങൾ നേരെ ഇനി വണ്ടിയിലേക്ക് പോവാണ്. നമ്മള് എല്ലാ പ്ലാസ്റ്റിക്കുകളെല്ലാം പറക്കി കവറിലാക്കി ഞങ്ങൾ തന്നെ കൊണ്ടുപോകാം കേട്ടോ. ഒരു സാധനം നമ്മളോട് ഇടുന്നില്ല. എല്ലാ സാധനവും നമ്മൾ പാക്ക് ചെയ്ത് കവറിലാക്കി ഞങ്ങളിതാ തിരിച്ചു കൊണ്ടുപോകാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുമ്പം ഉള്ളതിനെക്കാട്ടിലും വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ തിരിച്ചു പോകാനായിട്ട്. അതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് പോവാണ്. ജോസേട്ടനും ചേച്ചി ഇവിടെ ഉണ്ട്, പോൾ ബ്രോ അവിടെ നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഗബ്രിയേല്. ഇതാ കോണ്ടാക്ട് നമ്പർ ഇവിടെ ഉണ്ട്. ഓഫ് റോഡ് ഡ്രൈവിന് വേണ്ടിയിട്ട് ആർക്കും വിളിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി. ഒരു 1.5 മുതലായിരുന്നു ഈ സാധനം. ഞങ്ങളെ അടുത്ത് ജ്യൂസ് അടിച്ചു കളഞ്ഞു അല്ലേ? വീഗാലാൻഡിൽ പോയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ താമസിച്ച സ്ഥലത്തിന്റെ ആ കുന്നിന്റെ മുകൾവശത്താണ് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എല്ലാരും ഇങ്ങനെ വണ്ടടിച്ചേക്ക് അവിടെ വന്നിട്ട്. ഇതിന്റെ നേരെ താഴെയായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. ഇവിടെ ഒരു പ്രത്യേക കാഴ്ച കാണിച്ചു തരാം. കണ്ടില്ലേ? ഇവിടെ കുറെ കന്നാസ് ഇരിക്കുന്നുണ്ടോ? ഇത് കാപ്പിയാന്ന് തോന്നുന്നു കേട്ടോ, കാപ്പി. അപ്പൊ ഇതിന്റെ ചോട്ടിലേക്ക് തിരുനന പോലെ വെള്ളം, കാരണം ഇവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കാം ഇതിന്റെ ഉടമസ്ഥൻ ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ്. ഈ കന്നാസിനൊക്കെ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം അതിന് ഈ ചൂട് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. എപ്പോഴും ചൂട് നനഞ്ഞിരിക്കും. നമ്മളവിടെയൊക്കെ ചെയ്യുന്നതാണ്. ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഏറ്റവും ടോപ്പിൽ ഇതിന്റെ മുകളിലൊക്കെ ഒത്തിരി കർഷകർ ഇതേപോലെ ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മളെ ഇപ്പൊ റിവേഴ്സിലാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. റിവേഴ്സിൽ ഇറങ്ങിയിട്ടാണ് നമ്മള് പോകേണ്ട വഴിക്ക് റിവേഴ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തിരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞേ. ഓ ഇങ്ങനെ ഇത് ഏതോ ട്രെയിൻ പോകുന്നത്, സിലിഗുരി പോകും ട്രെയിൻ പോകുന്നത്. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇച്ചിരി സമാധാനമുണ്ട്. ഞങ്ങൾ ഇറങ്ങി പോകുന്ന സ്ഥലമൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. അമ്മോ, ഇതുണ്ടോ ഈ കാണുന്നതാണ് ഇതോ ഈ മുതലാളിന്റെ വീട് കേട്ടോ. മതിയായ കോടീശ്വരനാണ് കേട്ടോ. മതിയായ മുതലാളിയായിരിക്കുന്നത്. വേറെ ലെവലാണ്. പുള്ളിയുടെ വീടാണ് ആ കാണുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ യാത്രയുടെ അവസാനത്തെ സ്റ്റേജിലോട്ട് എത്തി. താഴെക്കക്കാട് വന്ന് നമ്മുടെ വണ്ടിയില് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. തിരുവമ്പാടിക്ക് ഇറങ്ങുകയാണ്. അപ്പം വളരെ അടിപൊളിയായിട്ടൊരു ട്രിപ്പ് കഴിഞ്ഞ്
നല്ല ജ്യൂസ് അടിച്ച ശരീരമായിട്ട് ഞങ്ങള് അത് തന്നെ പഴം പുഴിക്കുന്ന ഞങ്ങള് തിരിച്ചിറങ്ങാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ വീണ്ടും ഇവിടെ അവസാനിക്കുന്നു. ഇനിയില്ല കേട്ടോ, കഴിഞ്ഞു. അതെ, കാണാത്തവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ, നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ കാഴ്ചകൾ. അപ്പൊ എല്ലാവർക്കും ബൈ 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 ബൈ.